രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങനെ ഉമ്മർത്തിരുന്ന് സംസാരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും ഒക്കെ വരും, അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ ഗീവ് അവേ വിന്നറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയാകുമ്പോൾ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യും കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോൾ സർപ്രൈസ് ആയിട്ട് തേജപ്പനും ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്ന കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞെട്ടിട്ടോ. പാലത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറ്റാൻ പേടിയാണെങ്കിലും കൂടിയിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റിട്ടാകും. പക്ഷേ കയറ്റി വന്ന് പച്ചൻ്റെ വണ്ടി ഫ്രണ്ടിലിരിക്കുന്ന കാരണം അവൾക്ക് ആകെ പേടിയിട്ട് അവൾ അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ആമിക്കുട്ടീനെ കുറേ പേര് ചോദിച്ചു, ആമിക്കുട്ടി ഇതെവിടെ ഉഷാറായിട്ട് ഇവിടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ട് ആകുമ്പോൾ അമ്മ തിരുമണ സമയത്തൊക്കെ ഇവളെ ഇവിടെ കെട്ടിയിട്ടാ. അപ്പോൾ പിന്നെ ഇവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും എല്ലാവരുടെ ഒപ്പം ഇങ്ങനെ കളിച്ചിങ്ങനെ നടന്നോളൂ കേട്ടോ. പിന്നെ തേജപ്പിന് അച്ഛനെ പേടി ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ആമീനെ. അപ്പോൾ ആമീനെ വെറുതെ ഇങ്ങനെ കളിപ്പിക്കാറുണ്ടോ. നമ്മുടെ തേജപ്പനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് തരാൻ പറഞ്ഞിട്ട് അമ്മമ്മ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാണ്. ഞാൻ കണ്ണ് പൊത്തിയിരിക്കുക, എൻ്റെ കൈക്ക് നീ എന്തെങ്കിലും വെക്കാൻ പറഞ്ഞിട്ട് തേജപ്പൻ്റെ അടുത്ത് അങ്ങനെ പറയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇതേ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ എന്തോ ബിസ്ക്കറ്റൊക്കെ അച്ഛൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേജപ്പന് കൊടുക്കായിരുന്നു. ഇവിടെ വന്നാൽ അവൻ അമ്മയുടെ ഫോൺ കിട്ടും. അത് അവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. മാക്സിമം ഗെയിം കളിച്ചിട്ടും ഗെയിമുകൾ കയറ്റിയിട്ടൊക്കെയാണ് നിൽക്കൂട്ടോ. അടി കിട്ടി എന്തെങ്കിലും ചെറിയൊരു പാടുണ്ടെങ്കിൽ തേജപ്പൻ നേരെ അവന്റെ അച്ചാച്ചന്റെ അടുത്തും അമ്മമ്മയുടെ അടുത്തും കാണിച്ചു കൊടുത്തിട്ട് ചേച്ചിക്ക് വയറ് നിറച്ച് അങ്ങോട്ട് ചീത്ത കളിപ്പിക്കൂട്ടോ. ഫസ്റ്റ് എനിക്ക് വന്നിട്ട് അവിടെ കാണിച്ചില്ലേ, പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവൻ അവൾക്ക് വേണ്ടതൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. പിന്നെ ഇത് അച്ഛനും തേജപ്പനും കൂടിയിട്ട് എന്തോ പൈസ ഒക്കെ എടുത്ത് ഇങ്ങനെ പറക്കി വെക്കേണ്ടിട്ടോ. അപ്പൊ അവൻ റിച്ച് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ ഇതാക്കാണ്ടോ. ജോലി, ജലജം, ജോ നീട്ടുമ്പോ അപ്പുറത്ത് എന്താ വേണ്ടത്? പിന്നെ എന്താ ആലോചിക്കണേ? പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവള് പോയിട്ട് തേജപ്പന്റെ സ്കൂളിൽ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണിക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തേജപ്പൻ എൻ്റെ അടുത്ത് ആക്കിയിട്ടോ അവള് പോണത്. അവള് വൈകിട്ടാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. തേജപ്പൻ പിന്നെ ഞാൻ അങ്ങോട്ട് ഇരുന്നോളും, വലിയ സീനൊന്നുമില്ല. പിന്നെ അവൾക്ക് കൊളാബിന്റെ എന്തോ ഷൂട്ടിനുള്ള സംഭവങ്ങളൊക്കെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് കൊണ്ടുവച്ചു. അങ്ങനെ ചേച്ചി പോവാണ്. അപ്പോൾ അമ്മമ്മയും ഞാനും തേജപ്പനെ കൂട്ടിയിട്ട് അവള് പോണത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവള് പോയി കഴിഞ്ഞു. പിന്നെ ഞാനും തേജപ്പനും അമ്മമ്മയും കൂടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഉമ്മർത്തേക്ക് ഇരുന്നു. തേജപ്പൻ അച്ഛൻ ആമീനെ തുറന്നു വിട്ടായോ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. എനിക്ക് അച്ഛൻ പേടിയാണ്, കാരണം ഇവള് നന്നായിട്ട് ഓടും. അപ്പോൾ അവളെ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയും അച്ഛനും ആരും ഇല്ലാത്ത കാരണം ഞാൻ തുറന്നിട്ട് കൊടുത്തില്ല കേട്ടോ. പിന്നെ അമ്മമ്മ ഇതേ വെട്ടത്തേക്ക് എടുത്തുകൊണ്ടിട്ട് മുറ്റത്തെ പുല്ല് ചെത്താണ് കേട്ടോ. ഇനി അമ്മ വന്ന് എനിക്ക് കേൾക്കും. അമ്മ പണിക്ക് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ ഓരോ പണികൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങും, ഒന്നിനും സമ്മതിക്കരുതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ, ഞാൻ 100 വട്ടം പറഞ്ഞു അമ്മമ്മ വെയിലത്ത് നിന്ന് കയറുന്നു. പക്ഷെ അമ്മമ്മ കയറിയില്ല കേട്ടോ. പിന്നെ തേജുവിനെ കളിക്കാൻ ഒരാളെ അങ്ങനെ തപ്പി നടക്കാറുന്നു. അപ്പോഴാണ് അവൻ്റെ അർജുമാമ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ വന്നു വെച്ചെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ കളിച്ചു തുടങ്ങും കേട്ടോ. ഇവർ ഓരോ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ രണ്ടുപേരും തല്ലുകൂടാതെ നല്ലപോലെ ഇരുന്ന് കളിക്കും. അപ്പോൾ അവരുടേതായ ഓരോ കളികളൊക്കെ കണ്ടിട്ട് ഞാനും അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതേ ഒരു ഉമ്മ കൊടുക്കാനുള്ള ഒരു അമ്മമ്മയുടെ കഷ്ടപ്പാടാണിത്. ഒരു ഉമ്മ വയ്ക്കാനൊന്നും സമ്മതിക്കില്ല. അമ്മേനെ ഇത് മുടി പിടിച്ച് വലിച്ചിട്ടും കലമ്പാക്കി വിടും കേട്ടോ. പിന്നെ ഉച്ച തിരിഞ്ഞ് ഞാനും തേജപ്പനും കൂടിയിട്ട് ലോക സിനിമയൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.